ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഇന്നിവിടെ വിഷമജ്വര ചികിത്സ എന്ന വിഭാഗമാണ് തുടങ്ങുന്നത്. വിഷമജ്വരത്തിൻ്റെ ലക്ഷണം, നിദാനം എന്നിവ മുൻ വോയിസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചികിത്സാ വിഭാഗത്തിലോട്ട് കടക്കാം. അഷ്ടാംഗഹൃദയം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. അയമേവ വിധിക്കാര്യോ വിഷമേവി യഥായഥം ജ്വരേ വിഭജ്യവാതാദീൻ യശ്ചാനന്തരമുച്യതേ. അതായത് ജ്വരചികിത്സ സാമാന്യ ചികിത്സകൾ പറഞ്ഞത് തന്നെ വിഷമജ്വരത്തിലും ഓരോന്നിലും അധികപ്പെട്ടു കാണുന്ന വാതാദി ദോഷങ്ങളെ വിഭജിച്ചറിഞ്ഞിട്ട് അതാതിനു തക്കവണ്ണം ചെയ്യണം. ഏത് വിധി ഇനി പറയുവാൻ പോകുന്നു അതും ചെയ്യണമെന്നാണ് പറയുന്നത്. വിഷമജ്വരത്തിലും വാതാദി ദോഷങ്ങൾ തന്നെയാണ് കോപിക്കുന്നത്. ദോഷങ്ങൾക്ക് ശമനമുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദോഷാധിക്യം കാണുന്നതിനനുസരിച്ച് മുകളിൽ പറഞ്ഞ ചികിത്സകൾ തന്നെ വിഭജിച്ച് ചെയ്തു കൊള്ളണം. അധിഷ്ഠാന ഭേദമനുസരിച്ചുള്ള വിഷമജ്വരത്തിൻ്റെ വിശേഷ ചികിത്സകൾ ഇവിടെ തന്നെ പറയുവാൻ പോകുന്നു. ഇനി വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കം തൊട്ട് നോക്കാം. എല്ലാ വിഷമജ്വരങ്ങളും സന്നിപാതത്തിൽ നിന്നുണ്ടാകുന്നവയാകുന്നു. ഏത് ദോഷത്തിന് കൂടുതൽ ശക്തിയുണ്ടോ അതിനെ അറിഞ്ഞ് അതിന് യോഗ്യമായ ചികിത്സയെ ചെയ്യണം. ആദ്യം തന്നെ പടോലാദി കഷായത്തെയാണ് പറയുന്നത്. കാട്ടുപടോലം, കടുരോഹിണി, മുത്തങ്ങാക്കിഴങ്ങ്, കടുക്ക, ഇരട്ടിമധുരം ഇവ കൊണ്ടുള്ള കഷായം വിഷമജ്വരത്തെ ശമിപ്പിക്കുന്നത്. ഇതിൻ്റെ അളവ് നോക്കാം. കാട്ടുപടോലം, കടുരോഹിണി, മുത്തങ്ങാക്കിഴങ്ങ് ഇവ ഓരോ കഴഞ്ചി വീതം, അതായത് ഒരു കഴഞ്ചി എന്ന് പറഞ്ഞാൽ 5 ഗ്രാം. കടുക്ക 4 കഴഞ്ച്, ഇരട്ടിമധുരം 5 കഴഞ്ച്. അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടി 60 ഗ്രാം. 60 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പലം മരുന്ന്, അതായത് 12 കഴഞ്ച്. അപ്പോൾ ഒരു കഷായത്തിന് 60 ഗ്രാം മരുന്നാണ് വേണ്ടത്. അതുകൊണ്ട് കഷായം ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇത് തന്നെ വേറൊരു രൂപത്തിലും ഉപയോഗിക്കാം. അതായത് കാട്ടുപടോലം, കടുരോഹിണി, മുത്തങ്ങ, കടുക്ക, അതിമധുരം അതായത് ഇരട്ടിമധുരം ഇവ 3, 4, 5 മരുന്നുകൾ ചേർത്ത് കഷായം ഉണ്ടാക്കാം. അതായത് പടോല കടുക മുസ്ത, പടോല കടുക മധുകം, ഇങ്ങനെ 3, 4, 5 വീതം ചേർത്ത് 16 കഷായയോഗങ്ങൾ ഉണ്ടാക്കാം. അടുത്തതായിട്ട് സന്തതം, സതതം, അന്യദ്യു, തൃതീയകം, ചതുർത്ഥകം എന്ന 5 വിഭാഗത്തിലുള്ള വിഷമജ്വരത്തിൻ്റെ ചികിത്സയാണ് പറയുന്നത്. സന്തത ജ്വരത്തിന് പുത്തരിച്ചുണ്ട വേര്, പടോലം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങക്കിഴങ്ങ് ഇവ കൊണ്ടുള്ള കഷായവും, തൃതീയക ജ്വരത്തിന് പുത്തരിച്ചുണ്ടവേര്, അമൃത്, ചുക്ക്, മുത്തങ്ങക്കിഴങ്ങ് ഇവ കൊണ്ടുള്ള കഷായവും, അന്യദ്യു ജ്വരത്തിന് പടോലത്തണ്ട്, കുടകപ്പാലേരി, മുന്തിരിങ്ങാപ്പഴം, മുത്തങ്ങക്കിഴങ്ങ്, വേപ്പിൻതൊലി, ത്രിഫലത്തോട് ഇവ കൊണ്ടുള്ള കഷായവും, സതത ജ്വരത്തിന് അമൃത്, നെല്ലിക്കത്തോട് ഇവ കൊണ്ടുള്ള കഷായവുമാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് വാശാദി കഷായത്തെ പറയാം. ആടലോടക വേര്, നെല്ലിക്കത്തോട്, ഓരില വേര്, ദേവതാരം, കടുക്കാത്തോട്, ചുക്ക് ഇവ കൊണ്ടുണ്ടാക്കുന്ന കഷായം പഞ്ചസാരയും ചെറുതേനും ചേർത്ത് സേവിക്കുന്നത് ചതുർത്ഥ ജ്വരം ശമിക്കുന്നു. ഇവിടെ മേമ്പൊടിയായിട്ട് പഞ്ചസാരയും ചെറുതാനുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത വേറൊരു യോഗം നോക്കാം. പർപ്പടപ്പുല്ല് കൊണ്ടുള്ള കഷായവും, അമൃത്, ആടലോടകം ഇവ കൊണ്ടുള്ള കഷായവും, ത്രിഫല കഷായവും കഫം അധികമായി കോപിച്ചിരിക്കുന്ന വിഷമജ്വരത്തിന് ഹിതമാകുന്നു. അടുത്തായിട്ട് പറയുന്നത് ചെറുവഴുതിന വേര്, ചുക്ക്, അമൃത് ഇവ കൊണ്ടുള്ള കഷായം, തിപ്പലി പൊടി, മേമ്പൊടി ചേർത്ത് സേവിക്കാം. ജീർണജ്വരം, അരുചി, കാസം, സർവാംഗ വേദന, ഏക്കം, അഗ്നിമാന്ദ്യം, അർദ്ധിതം, പീനസം ഇവയെ ശമിപ്പിക്കുന്നതാണ്. അടുത്തായിട്ട് ധൂപമാണ് പറയുന്നത്. ധൂപം തീക്ഷ്ണ രൂക്ഷമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ടുള്ളതാണ്. ഇവിടെ പറയുന്നത് ജഡാമാഞ്ചി, ഗോശൃംഗം എന്നാണ്. ഗോശൃംഗം എന്ന് പറഞ്ഞാൽ കറുത്ത കാട്ടുതുളസിയാണ്. മാർജാരമലം, പാമ്പിൻ പടം, മലങ്കാരയ്ക്ക, വയമ്പ്, മയിൽപ്പീലിത്തണ്ട്, ആട്ടിൻ രോമം, കടുക്, കായം, വേപ്പില ഇവ സമം ആട്ടിൻമൂത്രത്തിൽ അരച്ച് വിധിപ്രകാരം പുകയ്ക്കുക. എല്ലാ ജ്വരങ്ങളും ഭൂതാതിഗ്രഹം, പിശാച, പ്രേതം തുടങ്ങിയവയുടെ ഉപദ്രവങ്ങളും ശമിക്കും. അഷ്ടാംഗഹൃദയത്തിൽ വേറൊരു ധൂപം പറയുന്നുണ്ട്. ഞെരിഞ്ഞിൽ, വേപ്പില, വയമ്പ്, കൊട്ടം, കടുക്ക, കടുക് ഇതെല്ലാം യവവും ചേർത്തു നെയ്യ് കൂട്ടി കലർത്തി പുകച്ചു പുക കൊള്ളിക്കണം. പൂച്ചക്കാഷ്ടം കൊണ്ടുള്ള ധൂപനവുമാകാം. ഇനി വേറൊരെണ്ണം പറയുന്നത് ഗുൽഗുലു, നാൻമുഖപ്പുല്ല്, വയമ്പ്, ചെഞ്ചല്യം, വേപ്പ്, എരുക്ക്, അകിൽ, ദേവതാരം
ഇവ കൂട്ടിച്ചേർത്തുള്ള അപരാജിതം എന്നു പേരുള്ള ധൂപം എല്ലാ ജ്വരങ്ങളിലും പ്രയോഗിക്കാവുന്നതാണ്. ഉന്മാദ ചികിത്സത്തിൽ പറയുന്ന ധൂപങ്ങളും നസ്യങ്ങളും അഞ്ജനങ്ങളും ത്രാസപ്രയോഗങ്ങളും ഏതൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം തന്നെ ഇവിടെ പ്രയോഗിക്കാമെന്നാണ് പറയുന്നത്. ഈ അപരാജിതം എന്ന ധൂപം നമ്മൾ സാധാരണയായിട്ട് പുകയ്ക്കാനായിട്ട് കൊടുക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് മഞ്ചിഷ്ടാതിഘൃതമാണ് പറയുന്നത്. മഞ്ചട്ടി, മരമഞ്ഞൾ തൊലി, ദേവതാരം, കടുക്ക, ചുക്ക്, അതിവിടയം, വയമ്പ്, കടുരോഹിണി, കായം ഇവ 3 കഴഞ്ചി വീതം കൽക്കം ചേർത്ത് ഇടങ്ങഴി നെയ്യ് കാച്ചി സേവിക്കുക. എക്കിൽ, ശ്വാസം, ജ്വരം, കുഷ്ഠം, ഗ്രഹണി, പാണ്ഡുരോഗം, പ്രമേഹം, മധുമേഹം, കൃമിരോഗം, ഗുൽമം, അരുചി, കാസം, ശോഷം, ഉദാവർത്തം, അപസ്മാരം, അർശസ്, നീർക്കെട്ട്, ഗണ്ഡമാല, ഉദരം മുതലായ അനേകം രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ലാക്ഷാതി തൈലത്തെ പറയുന്നുണ്ട്. 4 ഇടങ്ങഴി കോലരക്കിൻ കഷായത്തിൽ ഇടങ്ങഴി എണ്ണയും 4 ഇടങ്ങഴി തൈരും വെള്ളവും ചേർത്ത് ഇരട്ടിമധുരം, വരട്ടുമഞ്ഞൾ, മരമഞ്ഞൾ തൊലി, മുത്തങ്ങ കിഴങ്ങ്, പെരുങ്കുരുമ്പ വേര്, അരത്ത അതായത് ചിറ്റരത്ത, കടുരോഹിണി, ചന്ദനം, അമുക്കുരം, ശതകുപ്പ, കൊട്ട, അരേണുകം, ദേവതാരം, മഞ്ചട്ടി, പതിമുഖം, രാമച്ചം, കുറുന്തൊട്ടി വേര്, മാഞ്ചി ഇവ 3 കഴഞ്ചി വീതം കൽക്കം അരച്ച് കലക്കി കാച്ചി അരിച്ച് ഒരു നല്ല പാത്രത്തിലാക്കി വെച്ച് ഉപയോഗിക്കുക. ജീർണജ്വരം, ശരീരക്ഷീണം, മെലിച്ചിൽ, വിഷമജ്വരം, ശ്വാസം, കാസം ഇതുകൾ ശമിക്കുന്നതാണ്. ഗർഭിണികൾക്കും ശരീരം മെലിഞ്ഞു വരുന്ന കുട്ടികൾക്കും വളരെ നല്ലതാകുന്നു. എല്ലാ ജ്വരങ്ങളും സർവഗ്രഹോപദ്രവങ്ങളും ശമിക്കുന്നതാണ്. ഇനി തൈലം പാകപ്പെടുത്തുമ്പോഴുള്ള ലക്ഷണം നോക്കാം. പാകമായിട്ട് വരുമ്പോൾ ഉള്ള ലക്ഷണം എന്താണെന്ന് നോക്കാം. തൈലം മുതലായവ കാച്ചി പാകമാകുമ്പോൾ പൊട്ടലും പതയും ഇല്ലാതെ ഇരിക്കുകയും നല്ല വാസനയും നിറവും മറ്റും ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്രകാരമുള്ള പാകം ഫലപ്രദമാകുന്നു. നെയ്യിൻ്റെയും എണ്ണയുടെയും പാകത്തിന് ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഫേനോദ്ഗമസ്തൈലേ ഫേനശാന്തിശ്ച സർപ്പിഷി. ഫേനോദ്ഗമസ്തൈലേ ഫേനശാന്തിശ്ച സർപ്പിഷി എന്നാണ് പറയുന്നത്. അതായത് എണ്ണ കാച്ചുമ്പോഴാകുമ്പോഴത്തേക്കും ഫേനോദ്ഗമസ്തൈലേ, തൈലത്തിൽ ഫേനം അതായത് പത, ഫേനം പത പൊങ്ങി വരുന്നു, പതിച്ച് തിളച്ച് പൊങ്ങി വരും പതയെ. ആദ്യത്തെ ആ പത വരുന്നതല്ല, ലാസ്റ്റ് പാകം വരുമ്പോൾ ഒരു പതയുണ്ടാകും. നെയ്യിലാണെങ്കിൽ ആ ഫേനശാന്തിയാണ്, അതായത് തിളച്ച് പൊങ്ങി വന്ന പത അടങ്ങി പതയില്ലാതെ വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ടൊരു ചൂർണം നോക്കാം. കിരാതാദി ചൂർണം. പുത്തരിച്ചുണ്ട വേരിലെ തൊലി, ത്രികോൽപ്പക്കൊന്ന, ഇരുവേലി, ചെറുതിപ്പലി, വിഴാലരി, ചുക്ക്, കടുരോഹിണി, കടുക്കാത്തോട് ഇവ നല്ലപോലെ പൊടിച്ച് ഉഷ്ണജലത്തിൽ സേവിക്കുക. സർവ്വജ്വരവും ശമിക്കും. ജഠരാഗ്നിക്ക് നല്ലപോലെ ബലമുണ്ടാവുകയും ചെയ്യും. ഇനി ജ്വരം വിട്ടാലുള്ള ലക്ഷണം എന്താണെന്ന് നോക്കാം. ശരീരത്തിൻ്റെ ക്ഷീണവും ചൂടും മാറിയും യാതൊരു വിധത്തിലുള്ള വേദനയില്ലാതിരിക്കുകയും പഞ്ചേന്ദ്രിയങ്ങൾക്ക് തെളിവും ശക്തിയും ബലം മുതലായ പ്രകൃതി ലക്ഷണങ്ങളും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ജ്വരം വിട്ടു എന്നറിയണം. ജ്വരം വിട്ടാൽ വർജിക്കേണ്ടത്. ജ്വരം വിട്ടാൽ ശരീരത്തിന് നല്ല ബലമുണ്ടാകുന്നത് വരെയും വ്യായാമത്തെയും സ്ത്രീ സംസർഗത്തെയും സ്നാനത്തെയും വഴിനടപ്പിനെയും വർജിക്കണം. ഇനി അഷ്ടാഹൃദയം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കൂടി ഒന്ന് നോക്കാം.